ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മളുടെ ഏറ്റവും പുതിയ നിസാൻ്റെ ഗ്രാവൈറ്റ് ആണ്. ഗ്രാവൈറ്റിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻ്റ് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള എൻ കണക്റ്റ വേരിയൻ്റ് ആണ്. ഗ്രാവൈറ്റിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങാൻ സാധ്യതയുള്ളതും ഈ എൻ കണക്റ്റ വേരിയൻ്റ് ആണ്. കാരണം ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയൻ്റ് എൻ കണക്റ്റ വേരിയൻ്റ് ആണ്. അതുപോലെ തന്നെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉൾപ്പെടെ ഇറങ്ങുന്ന ഒരു മിഡ് വേരിയൻറ്റും ഈ എൻ കണക്റ്റ വേരിയൻ്റ് ആണ്. അപ്പോൾ ഈ വേരിയൻറ്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്, എത്രയാണ് ഗ്രാവൈറ്റിൻ്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് പറയുമ്പോൾ നമുക്ക് ബേസ് വേരിയൻ്റ് തൊട്ട് ടോപ്പ് എൻഡ് വരെയുള്ള പ്രൈസും ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഏറ്റവും പുതിയ നിസാൻ ഗ്രാവൈറ്റിലെ എൻ കണക്റ്റ വേരിയൻ്റ് ആണിത്. ഗ്രാവൈറ്റിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങാൻ സാധ്യതയുള്ളതും കൂടുതൽ ബുക്കിംഗ് ഉള്ള ഒരു വേരിയൻറ്റും ഈ എൻ കണക്റ്റ വേരിയൻ്റ് ആണ്. കാരണം അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും തുടങ്ങുന്ന ഒരു വേരിയൻറ്റും ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയൻറ്റും ഈ എൻ കണക്റ്റ വേരിയൻ്റ് ആണ്. ഗ്രാവൈറ്റ് ശരിക്കും നമുക്ക് 5 വേരിയൻറ്റുകളിലാണ് നിസാൻ കൊടുത്തിരിക്കുന്നത്. ബേസ് വേരിയൻ്റായിട്ട് വിസിയ, സെക്കൻഡ് വേരിയൻ്റായിട്ട് അസെൻഡ, തേർഡ് വേരിയൻ്റ് ആണ് നിങ്ങൾ ഈ കാണുന്ന എൻ കണക്റ്റ വേരിയൻറ്റ്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേരിയൻറ്റും ഈ എൻ കണക്റ്റ വേരിയൻ്റ് ആണ്. പിന്നെ ഫോർത്ത് വേരിയൻ്റ് ആയിട്ട് നമുക്ക് ടെക്ന, പിന്നെ ടോപ്പ് എൻഡ് വേരിയൻ്റ് ആയിട്ട് ടെക്ന ലോഞ്ച് എഡിഷൻ. ഈ എൻ കണക്റ്റ, ടെക്ന ലോഞ്ച് എഡിഷൻ ഈ 3 വേരിയൻറ്റുകളിൽ മാത്രമേ AMT ഓട്ടോമാറ്റിക് കൊടുത്തിട്ടുള്ളൂ. ഇനി ഈ വേരിയൻറ്റിൻ്റെ എക്സ്റ്റീരിയർ എന്നുള്ള മറ്റ് ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഈ കളർ തന്നെ ഫോറസ്റ്റ് ഗ്രീൻ എന്നും പറഞ്ഞ് നമ്മൾ പരസ്യങ്ങളിലൊക്കെ കാണുന്ന ആ ഒരു കളറാണ്. അത്യാവശ്യം നല്ലൊരു ലുക്ക് തരുന്ന ഒരു കളറാണ്. ലോങ്ങിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ഷെയ്ഡഡിൽ പാർക്കിംഗ് ഒക്കെ ആണെങ്കിൽ ഒരു ബ്ലാക്ക് കളറിനോട് സാദൃശ്യം തോന്നുന്ന ഒരു കളറും കൂടിയാണിത്. ഇപ്പോൾ ഈ വേരിയൻറ്റിൻ്റെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഗ്രാവൈറ്റ് എന്ന് പറഞ്ഞ വലിയൊരു ലെറ്ററിങ് നമുക്ക് ടോപ്പിൽ കാണാം. അതൊരു ഗൺ മെറ്റൽ ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് സിംഗിൾ ആയിട്ടാണ് നമ്മളുടെ വൈപ്പറിൻ്റെ വാഷർ വരുന്നത്. നോർമൽ വൈപ്പേഴ്സ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഫ്രണ്ട് നമ്മുടെ ബോണറ്റിനകത്ത് നമുക്കൊരു ബോണറ്റ് ലൈൻസ് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഹെഡ്ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ് ബേസ് വേരിയൻറ്റ് തൊട്ടേ അവൈലബിൾ ആണ്. ഇത് പ്രൊജക്റ്റഡ് ഹാലജൻ യൂണിറ്റ് ആണ്. ടോപ്പ് എൻഡ് ആയിട്ടുള്ള ടെക്ന വേരിയൻറ്റ് തൊട്ട് നമുക്ക് LED ഹെഡ്ലൈറ്റുകൾ വരുന്നുണ്ട്. അതിനോട് ചേർന്ന് പാർക്ക് ലൈറ്റ് കാണാം, അത് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. അതിന് താഴെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു C ഷേപ്പിലുള്ള ആ ഒരു ബെമ്പറിൻ്റെ ഡിസൈൻ കാണാം. ഫോഗ് ലൈറ്റ് ഈ വേരിയൻറ്റിൽ വരുന്നില്ല, ടോപ്പ് എൻഡിൽ മാത്രമേ വരുന്നുള്ളൂ. ഫ്രണ്ടിലേക്ക് 2 പാർക്കിംഗ് സെൻസേഴ്സ് ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷിൽ സ്കിറ്റ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം കാണാം. ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 182 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലെ ഗ്രില്ല് കാര്യങ്ങളാണെങ്കിൽ നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. അത് എല്ലാ വേരിയൻറ്റുകളിലും സിമിലർ ആയിട്ടാണ് വരുന്നത്. നടുക്ക് നിസാൻ്റെ ഒരു വലിയ ലോഗോ കാണാം. ടോപ്പിലെ പോർഷനിൽ നമുക്കൊരു സിൽവർ ലൈൻസും വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ റെനോ ട്രൈബറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി റോഡ് പ്രസൻസ് തരുന്ന ഒരു വാഹനം നമ്മളുടെ പുതിയ ഗ്രാവൈറ്റ് ആണ്. കുറച്ചും കൂടി ഒരു ലുക്കുള്ള ഒരു വാഹനവും നമ്മുടെ ഗ്രാവൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു വാഹനമായിട്ട് നമുക്ക് ഗ്രാവൈറ്റ് ഫീൽ ചെയ്യും. ഈ വാഹനത്തിൻ്റെ ഓവറോൾ ലെങ്ത് നോക്കുകയാണെങ്കിൽ 3987 mm ആണ് ഈ വാഹനത്തിൻ്റെ ലെങ്ത് വരുന്നത്. അതായത് അണ്ടർ സബ് 4 മീറ്ററിൽ വരുന്ന വാഹനമാണ്. പക്ഷേ സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യം ഇതിൻ്റെ വീൽ ബേസ് ആണ്. 2636 mm ആണ് വീൽ ബേസ്. അത്യാവശ്യം നല്ല രീതിയിൽ ഇൻറ്റീരിയർ സ്പേസ് ഉള്ള ഒരു വാഹനമാണ്. നമുക്കൊരു പക്ക 7 സീറ്റർ എന്നുള്ള രീതിയിൽ ഫങ്ഷണൽ ആവുന്ന ഒരു വാഹനവും കൂടിയാണ് നമ്മുടെ ഗ്രാവൈറ്റ്. ഇനി വിട്ട് നോക്കുകയാണെങ്കിൽ 1734 mm, ഹൈറ്റ് 1644 mm ആണ് വരുന്നത്. നമുക്ക് വീൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വേരിയൻറ്റിൽ നമുക്ക് അലോയ്സ് ഒന്നും വരുന്നില്ല. അല്ലെങ്കിലും ഗ്രാവൈറ്റിൻ്റെ ഒരു വേരിയൻറ്റിലും അലോയ്സ് കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. ഇപ്പോൾ ടോപ്പ് എൻഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അലോയ്സ് പോലെ തോന്നിക്കുന്ന ഹൈപ്പർ സ്റ്റൈൽ വീൽസാണ് വരുന്നത്. ഈ വേരിയൻറ്റിൽ ഇപ്പോൾ നമുക്ക് 165/80R14 ആണ് ടയർ സൈസ് വരുന്നത്. അതിനകത്ത് നമുക്ക് അലോയ്സ് പോലെ തോന്നിക്കുന്ന ഒരു വീൽ കപ്പുകൾ കൊടുത്തിരിക്കുന്നു. ലോങ്ങിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പക്ക അലോയ്സ് പോലെ തന്നെ തോന്നും ഈ വീൽ കപ്പുകൾ. അകത്ത് ബ്ലാക്ക് കളറിലുള്ള സ്റ്റീൽ വീൽസാണ്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലുള്ള വീൽ ആർച്ചും വരുന്നുണ്ട്. ഈ വീൽ ആർച്ച് നമുക്ക് വശങ്ങളിലൂടെ പോകുന്നൊന്നുമില്ല. ആ ഒരു വീൽസിന് ചുറ്റും മാത്രമാണ് ബ്ലാക്ക് ക്ലാഡിങ് കൊടുത്തിട്ടുള്ളൂ. മിറേഴ്സിൽ നമുക്ക് LED ഇൻഡിക്കേറ്റേഴ്സ് ഇൻസെർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് മിറേഴ്സ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഡോർ ഹാൻഡിൽസ് നമുക്ക് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലേക്ക് വരുന്നുണ്ട്. പ്ലെയിൻ ഗ്ലാസ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളുടെ B പില്ലറും C പില്ലറിൻ്റെ പോർഷൻസ് എല്ലാം നമുക്കൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. ടോപ്പിലൊരു ഫങ്ഷണൽ ആയിട്ടുള്ള റൂഫ് റെയിൽസ് കൊടുത്തിട്ടുണ്ട്. 50 കിലോ വരെ ഈ റൂഫ് റെയിൽസിൽ നമുക്ക് ക്യാരി ചെയ്യാനായിട്ട് പറ്റും. ഫ്രണ്ടിലൊരു നോർമൽ ആൻറ്റിനയാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക്. വശങ്ങളിൽ നോക്കുമ്പോൾ താഴെ നമുക്കൊരു സിൽവർ ഫിനിഷ് കാണാം. ആ ഒരു ബ്ലാക്ക് ക്ലാഡിങ്ങിനകത്ത് അവിടെ ഗ്രാവൈറ്റ് എന്ന് പറഞ്ഞൊരു ലെറ്ററിങ്ങും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ വശങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ ഒട്ടും പ്ലെയിൻ ആയിട്ട് ഉള്ള ഫീലൊന്നും നമുക്ക് ലഭിക്കില്ല. അത്യാവശ്യം ഒരു സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്ത് കാണാൻ നല്ല ഭംഗിയുള്ള രീതിയിലാണത് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ക്വാർട്ടർ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അതിന് ചുറ്റുമെല്ലാം നമ്മൾ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് തേർഡ് റോയിലെ പാസഞ്ചേഴ്സിന് അത്യാവശ്യം നല്ല റൂമി ആയിട്ട് ഇൻറ്റീരിയർ ഫീൽ ചെയ്യും.
ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് LED ടെയിൽ ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേരിയൻറ്റും ഈ എൻ കണക്റ്റ വേരിയൻ്റ് ആണ്. അതുപോലെ തന്നെ ബാക്കിലെ വൈപ്പർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേരിയൻറ്റും എൻ കണക്റ്റ വേരിയൻ്റ് ആണ്. ഇപ്പോൾ ബാക്കിൽ നിന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ബാക്കിലൊരു സ്പോയിലർ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു സ്പോട്ടി ലുക്കിംഗ് ആയിട്ട് മാറിയാണ്. സ്പോയിലർ ടോപ്പ് എൻഡിൽ വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് പുറത്തുനിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം. ഇപ്പോൾ പുറത്തുനിന്ന് പല ആളുകളും പല ടൈപ്പ് ഓഫ് സ്പോയിലേഴ്സ് ചെയ്യുന്നുണ്ട്. ഇതിനും അത് ചെയ്ത് കഴിഞ്ഞാൽ യൂണിവേഴ്സൽ സ്പോയിലറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി സ്പോട്ടി ലുക്കിങ്ങിലേക്ക് മാറും. നമുക്കിവിടെ ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ബാക്കിൽ വാഷർ ആൻഡ് വൈപ്പർ ആൻഡ് ഡീഫോഗറോട് കൂടിയ ഗ്ലാസുകളാണ് ബാക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം പറഞ്ഞ പോലെ LED ടെയിൽ ലൈറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേരിയൻറ്റ് ഇതാണ്. അതിനകത്ത് ഇൻഡിക്കേറ്റേഴ്സും റിവേഴ്സ് ലൈറ്റ് സ്റ്റോപ്പ് ലൈറ്റും നമുക്ക് ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് റിവേഴ്സ് ലൈറ്റ് ഈ ഒരു പോർഷൻസിലായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ കണ്ട രീതിയിൽ തന്നെ ആ ഒരു C ഷേപ്പ് ഡിസൈനാണ് നമ്മുടെ ബാക്കിൽ ബമ്പേഴ്സിനും കൊടുത്തിരിക്കുന്നത്. ഇത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഈസി ഷിഫ്റ്റ് എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കാണാം. ഗ്രാവൈറ്റ് എന്ന് പറഞ്ഞ വലിയൊരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. വേറെ വേരിയൻറ്റിൻ്റെ ബാഡ്ജിങ്ങോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇവിടെ ഈ ഒരു പോർഷൻസിലെല്ലാം ഈ ടെയിൽ ലൈറ്റ് കണക്ട് ചെയ്യുന്ന രീതിയിലൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് വരുന്നുണ്ട്. അതിൻ്റെ നടുക്ക് നമുക്ക് ആ ഒരു വൈറ്റ് ലൈൻസും അതിനകത്ത് നിസാൻ്റെ ഒരു ബാഡ്ജിങ്ങും കാണാനായിട്ട് പറ്റും. ബാക്കിലേക്ക് നമുക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സാണ് 3 പാർക്കിംഗ് സെൻസേഴ്സ് ആണ് ബാക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കിവിടെ ഒരു റെഡ് ഫിനിഷിൽ റിഫ്ലക്റ്റേഴ്സും കാണാം. ഈ ബാക്കിൽ നമുക്ക് ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ഒരു സിൽവർ ഫിനിഷിൽ സ്ട്രിപ്പ് ലൈറ്റിൻ്റെ പോർഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ ഈ 3 സീറ്റും നമ്മൾ നിവർത്തി വെക്കുകയാണെങ്കിൽ വെറും 84 ലിറ്റർ മാത്രമാണ് ഇതിൻ്റെ ബൂട്ട് കപ്പാസിറ്റി വരുന്നത്. ആ സമയത്ത് നമുക്കിതൊരു ഈ ഒരു സിംഗിൾ സീറ്റ് മാത്രം ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്ന രീതിയിലാണ് എങ്കിൽ നമ്മൾക്ക് 320 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസും, അതല്ല ഈ സീറ്റും കൂടി നമുക്ക് സിംഗിൾ ഫ്ലിപ്പിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്യാനായിട്ട് പറ്റും. ഇതും കൂടി നമുക്ക് ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ 625 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസുമാണ് ഈ വാഹനത്തിൽ വരുന്നത്. ഈ സീറ്റ് നമുക്ക് സിംപിളി റിമൂവബിൾ ആണ്. ഇതിങ്ങനെ വെച്ചിട്ട് അവിടെ നിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 സീറ്റും നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റാനായിട്ടും പറ്റും. അതായത് നിങ്ങൾ വല്ലപ്പോഴും മാത്രം ഒരു 7 സീറ്റർ ആയിട്ട് ഈ വാഹനം ഉപയോഗിക്കുന്നുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് 4 പേർക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് മറ്റ് ഈ സെഗ്മെൻറ്റിലേന്നല്ല നെക്സ്റ്റ് സെഗ്മെൻറ്റിലെ വാഹനങ്ങളിൽ ഉള്ളതിനേക്കാളും കൂടുതൽ ബൂട്ട് സ്പേസ് നിങ്ങൾക്ക് ഈ വാഹനത്തിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. വല്ലപ്പോഴും മാത്രം 7 സീറ്റർ ആയിട്ട് വരുന്ന സമയത്ത് സീറ്റുകൾ എടുത്ത് ഇൻസേർട്ട് ചെയ്താലും മതി. ഇത് ഒത്തിരി കോൺഫിഗറേഷൻസിൽ ഈ വാഹനം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ 3rd റോ പാസഞ്ചറിന് 2 ഇൻഡിവിജ്വൽ സീറ്റ് ബെൽറ്റുകൾ കൊടുത്തിട്ടുണ്ട്. വേറെ സ്പ്രിംഗ് ആയിട്ടുള്ളൊരു ഗ്രാബ് ഹാൻഡിൽ കാണാം. 3rd റോയിലേക്ക് നമുക്ക് AC വെൻറ്റുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. വേറെ ബൂട്ട് ലൈറ്റ് കാര്യങ്ങളൊന്നും ഈ വേരിയൻറ്റിൽ നമുക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല. സ്പെയർ വീല് വാഹനത്തിൻ്റെ അടിയിലായിട്ടാണ് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു സെയിം സൈസായിട്ടുള്ള വീലുകൾ തന്നെയാണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 3rd റോയിൽ നമുക്ക് അത്യാവശ്യം സ്പേസ് ഈ വാഹനത്തിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഈ ഒരു സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കിലേക്ക് പാസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല രീതിയിലൊരു സ്പേസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ AC വെൻസും ബാക്കിലേക്ക് വരുന്നുണ്ട്. ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഡോർ ഹാൻഡിൽസ് നമുക്ക് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. മറ്റ് പല മാനുഫാക്ചേഴ്സും ബോഡി കളറിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ നിസാൻ ഡോർ ഹാൻഡിൽസും മിറേഴ്സും എല്ലാം ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് റിക്കോ സെൻസർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇതാണ് കീ വരുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക് ഓപ്ഷനോട് ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ടുള്ള 2 കീ ആണ് കൊടുത്തത്. ഫ്ലിപ്പ് കീ ഒന്നുമല്ല, നോർമൽ കീ ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് റിക്കോ സെൻസറോ കീലെസ് എൻട്രി കീലെസ് പോലെ ഫീച്ചേഴ്സ് ഒന്നും ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു പ്രീമിയം ലുക്കിംഗ് ഇൻറ്റീരിയർ ആണ്. അതിലേക്ക് നമുക്ക് വരാം. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡ്യുവൽ ടോൺ കളറിൽ തന്നെ കൊടുത്തിരിക്കുന്നു. സോഫ്റ്റ് ടച്ച് ഒന്നും വരുന്നില്ല. ടോപ്പിലെ പോർഷൻ നമുക്കൊരു വൈറ്റും താഴെ ഒരു ബ്ലാക്ക് ഫിനിഷുമാണ് കൊടുത്തിരിക്കുന്നത്. 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ, നമുക്ക് വിൻഡോസ് ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, നമ്മുടെ മിറേഴ്സ് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കും. മിറർ ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല. ഡോർ ഹാൻഡിൽസ് നമുക്ക് ഒരു സിൽവർ ഫിനിഷിലാണ് വരുന്നത്. താഴെ സ്പീക്കർ ഗില്ല് കാണാം. ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സീറ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല. നമുക്കൊരു റിക്ലൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ വരുന്നുള്ളൂ. ഒരു ഫാബ്രിക് സീറ്റുകളാണ്. ഡിസൈനൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള രീതിയിലാണ്. ഫിക്സഡ് ഹെഡ് റെസ്റ്റ് ആണ് ഫ്രണ്ട് ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റിന് കൊടുത്തിരിക്കുന്നത്. ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്യാനുള്ള ലിവർ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നു. ഇത് AMT ആണ്, പക്ഷേ ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ കൊടുത്തിട്ടില്ല. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ ഇവിടെ താഴെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രാവൈറ്റ് എൻ കണക്റ്റ വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇൻറ്റീരിയർ ഒരു പ്രീമിയം ലുക്കിംഗ് ഇൻറ്റീരിയർ തന്നെയാണെന്ന് പറയേണ്ടി വരും ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ. കാരണം നമുക്ക് ടോപ്പ് പോർഷൻസിലെല്ലാം ഒരു ബ്ലാക്ക് ഫിനിഷ്, താഴെ ഒരു വുഡ് അല്ലെങ്കിൽ ഒരു ഗ്ലോസി വുഡ് ട്രീറ്റ്മെൻ്റ് ആണ് ഈ ഒരു പോർഷൻസിൽ കൊടുത്തിരിക്കുന്നത്. അതിന് താഴേക്ക് വന്നാൽ നമുക്കൊരു വൈറ്റ് ഫിനിഷ്, അതിനകത്തൊരു ലൈൻ എന്നുള്ള ഒരു ഗ്ലോസി ബ്ലാക്ക്, താഴത്തെ പോർഷൻ നമുക്കൊരു ബ്ലാക്ക് ഫിനിഷിലും കൊടുത്തിരിക്കുന്നു. ഒരു 3 ടോൺ കളർ എന്ന് പറയാം.
സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നാൽ നിസാനിലെ ഒരു എല്ലാ വാഹനങ്ങളിലും കണ്ടുവന്നതിൻ്റെ സെയിം സ്റ്റിയറിംഗ് വീൽ തന്നെയാണ്. അത് ലെതർ റാപ്ഡ് ആയിട്ടാണ് ഈ എൻകണക്റ്റ വേരിയന്റിൽ കൊടുത്തിരിക്കുന്നത്. മൾട്ടി ഫംഗ്ഷണൽ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഇടതുവശത്തായിട്ട് നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. താഴത്തേക്ക് വന്നാൽ നമുക്ക് ഇവിടെയുള്ള ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കാണാം. ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീൽ തന്നെയാണ്. സ്റ്റിയറിംഗ് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ടെലസ്കോപ്പിക് ഒന്നും ഒരു വേരിയന്റിലും ഉൾപ്പെടുത്തിയിട്ടില്ല. ഇടതുവശത്തായിട്ട് നമുക്ക് വൈപ്പറിന്റെ കൺട്രോൾസും വലതുവശം ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റ്, ഓട്ടോ വൈപ്പറിന്റെ ഫീച്ചേഴ്സ് ഒന്നും ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് RPM മീറ്ററും ഒരു ലൈറ്റ് ഇൻഡിക്കേഷനോടുകൂടി കൊടുത്തിരിക്കുന്നു. ഫ്യൂവൽ ഗേജും എല്ലാം ലൈറ്റ് ഇൻഡിക്കേഷനാണ്. നടക്കുന്ന ഇൻഫർമേഷൻ ഡിസ്പ്ലേ, അതിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും അറിയാനായിട്ട് പറ്റും. നമുക്ക് TPMS ഇതിൻ്റെ ബേസ് വേരിയന്റ് തൊട്ടേ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ ട്രിപ്പ് A, ട്രിപ്പ് B, റേഞ്ച്, ഇൻസ്റ്റന്റ് ഫ്യൂവൽ എഫിഷ്യൻസി, ആവറേജ്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. TPMSന്റെ ഫീച്ചറും ഈ ഒരു ക്ലസ്റ്റർ യൂണിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഗിയർ പൊസിഷൻ, ഇത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററും നമുക്ക് കാണാനായിട്ട് പറ്റും. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് മൗണ്ടഡ് ആയിട്ടാണ് AC വെൻസ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെ 8 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെന്റ് സ്ക്രീൻ കൊടുത്തിരിക്കുന്നു. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന സിസ്റ്റമാണിത്. സെക്കൻഡ് വേരിയന്റ് അസൻഡ വേരിയന്റ് ഒരു സെയിം സിസ്റ്റം നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതിനകത്ത് 4 സ്പീക്കറോട് കൂടിയാണ് വരുന്നത്. ട്യൂട്ടേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിനകത്ത് അത്യാവശ്യം ടച്ച് റെസ്പോൺസ് ഉള്ള സ്ക്രീൻ തന്നെയാണ്. നമുക്ക് വെഹിക്കിൾ ഇൻഫർമേഷൻസിൽ വെഹിക്കിൾ സെറ്റിംഗ്സ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഡ്രൈവ് ഈക്കോ എന്നും പറഞ്ഞൊരു ഓപ്ഷൻ, അതായത് നമ്മൾ എന്തൊരു ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ട് വാഹനം ഓടിച്ചു എന്നുള്ള ഇൻഫർമേഷൻ, അങ്ങനെ അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം വരുന്നുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിനകത്ത് ഡീസൻറ്റ് ക്ലാരിറ്റി ഉള്ള ഒരു റിവേഴ്സ് ക്യാമറയും കൂടിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസോട് കൂടിയ ക്യാമറയാണ് വരുന്നത്. അത് ഫുൾ സ്ക്രീനിൽ തന്നെ കാണുന്നുണ്ട്. ഒരു HD ക്ലാരിറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ഡീസൻറ്റ് ക്ലാരിറ്റി എന്നാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസ് അല്ല, ഫിക്സഡ് ഗൈഡ് ലൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിലെ ഡീഫോഗറിൻ്റെ ഒരു ബട്ടൺ കൊടുത്തിരിക്കുന്നു. ഹസാർഡ് ലൈറ്റിന്റെ ബട്ടൺ കാണാം, ലോക്ക് ആൻഡ് അൺലോക്ക്, ട്രാക്ഷൻ കൺട്രോൾ, ഇത്രയും ബട്ടണുകൾ ആ സ്ക്രീനിന്റെ താഴെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് 360 ക്യാമറ ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാനായിട്ടുള്ള ബട്ടണും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിന്റെ സെറ്റിംഗ്സിന്റെ ഓപ്ഷൻ, പിന്നെ ഹോം ബട്ടൺ, അങ്ങനെ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. വോളിയം കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ, ഓൺ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനും അത് ഫിസിക്കൽ ബട്ടൺസ് അല്ലെങ്കിൽ ഒരു ടച്ച് ബട്ടൺസ് എന്നുള്ള രീതിയിൽ അതിനകത്ത് കാണാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാനുവൽ AC കൺട്രോൾസ് ആണ് ഈ വേരിയന്റിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷെ കണ്ടാൽ ഓട്ടോമാറ്റിക്കിന്റെ ലുക്കുള്ള ഒരു മാനുവൽ AC കൺട്രോൾസ് എന്ന് പറയാം. അതിന് താഴെ ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു. ഒരു USB കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ 12 വോൾട്ടിന്റെ ഒരു ചാർജിങ് പോർട്ടും വരുന്നുണ്ട്. ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ് വരുന്നത്. നമ്മുടെ AMT ഗിയർ ലിവർ, അതിൻ്റെ ടോപ്പ് പോർഷൻസിലെല്ലാം ഒരു സിൽവർ ടച്ച് കൊടുത്ത് കാണാൻ നല്ല ഭംഗിയുള്ള, അല്ലെങ്കിൽ ഒരു ക്രോം ടച്ച് കൊടുത്ത് കാണാൻ നല്ല ഭംഗിയുള്ള രീതിയിൽ കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം കപ്പ് ഹോൾഡേഴ്സ് ആണ്. ഇവിടെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഗ്ലോ ബോക്സ് നമുക്ക് കാണാം. അത് കൂൾഡ് ഗ്ലോ ബോക്സ് ആണ്. അതാണ് ഇതിനകത്തൊരു അഡ്വാൻറ്റേജ്. നമുക്കൊരു 1 ലിറ്റർ വാട്ടർ ബോട്ടിലോ മെഡിസിൻസോ കാര്യങ്ങളെല്ലാം കൂൾഡായിട്ട് ഇതിനകത്ത് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. അത്യാവശ്യം നല്ല വലിപ്പമുള്ള കൂൾഡ് ഗ്ലോ ബോക്സ് കൊടുത്തിരിക്കുന്നു. ഇവിടെ ബാക്കിലേക്കുള്ള യാത്രക്കാരുടെ AC ബ്ലോവർ കൺട്രോൾ നമുക്ക് ഈ ഒരു പോർഷൻസിൽ ഇവിടെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫിക്സഡ് ഹെഡ് റെസ്റ്റോട് കൂടിയ ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റുകളാണ്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. ഈ ഒരു പില്ലറിന്റെ പോർഷൻ, അല്ലെങ്കിൽ B പില്ലറിന്റെ പോർഷൻ അകത്തു നിന്ന് നമുക്ക് ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാം. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് മിററോട് കൂടിയാണ് വരുന്നത്. നമുക്ക് മാനുവൽ ഡിമ്മിംഗ് ഉള്ള IRVMs കൊടുത്തിരിക്കുന്നു. അകത്തെ റീഡിംഗ് ലൈറ്റുകൾ LED ആയിട്ടാണ് വരുന്നത്. ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡറോട് കൂടി കൊടുത്തിരിക്കുന്നു. ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡ്യുവൽ ഗ്ലോ ബോക്സ് ആണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ടോപ്പിൽ ഒരു ഗ്ലോ ബോക്സ് വരുന്നുണ്ട്, അത്യാവശ്യം സാധനങ്ങൾ കീപ്പ് ചെയ്യാൻ പാകത്തിന്. താഴെ നമുക്കൊരു അത്യാവശ്യം വലിപ്പമുള്ള വലിയ ഗ്ലോ ബോക്സ് കാണാം. താഴത്തെ ഗ്ലോ ബോക്സ് കൂൾഡ് ഗ്ലോ ബോക്സോട് കൂടിയാണ് ഇതിനകത്ത്, കൂൾഡ് ആൻഡ് ലൈറ്റ് ഫീച്ചറോട് കൂടിയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 ഗ്ലോ ബോക്സ് ഇവിടെ തന്നെ വരുന്നുണ്ട്. പിന്നെ സെന്ററിൽ നമുക്ക് ഇവിടെയും സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഈ വാഹനത്തിൽ നിസാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഈ വാഹനം വേണമെങ്കിൽ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. കാര്യം ഇത് 3 സിലിണ്ടർ എഞ്ചിനാണ് നിസാൻ കൊടുത്തിരിക്കുന്നത്. നമ്മളുടെ മാഗ്നറ്റിൽ കണ്ടുവന്ന ഒരു സെയിം എഞ്ചിൻ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. ആ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു വൈബ്രേഷൻ നമുക്ക് കിട്ടുന്നുണ്ടെന്ന് ഉള്ളതല്ലാണ്ട് അകത്തേക്ക് അത്യാവശ്യം സൈലന്റ് ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള എഞ്ചിനാണ്. പ്രത്യേകിച്ച് നോയ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ അകത്തേക്ക് വരുന്നില്ല. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ്. അതുകൊണ്ട് കയറി ഇറങ്ങാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. ഡോർ പാഡ് നമുക്കൊരു ഡ്യുവൽ ടോൺ കളറിൽ തന്നെ കൊടുത്തിരിക്കുന്നു. സോഫ്റ്റ് ടച്ച് ഒന്നും വരുന്നില്ല, ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്. പവർ വിൻഡോന്റെ കൺട്രോൾ, ഡോർ ഹാൻഡിൽസ് സിൽവർ ഫിനിഷ് കാണാം. താഴേക്ക് വന്ന സ്പീക്കർ വീല് കൊടുത്തിരിക്കുന്നു. ബാക്കിൽ അത്യാവശ്യം നല്ല കംഫർട്ടുള്ള സീറ്റുകളാണ്. ഇതിന്റെ ഈ സ്ലാൻഡിംഗ് പൊസിഷൻ ഇത്രയും നമുക്ക്
ചെരിച്ച് ഇടാനായിട്ട് പറ്റും. അതുകൊണ്ട് നല്ലൊരു സീറ്റിംഗ് കംഫർട്ട് നമുക്ക് ബാക്കിൽ ലഭിക്കും. റിലാക്സ് ആയിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇത് സൈഡ് ചെയ്യാനുള്ള ഓപ്ഷനും സീറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തേർഡ് റോ പാസഞ്ചറിനും അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ലഭിക്കും. ഒരു സിംഗിൾ ഫീൽഡിൽ തന്നെ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് 3-way 4-way സ്ലാൻഡിങ് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ബാക്കിലേക്ക് നമുക്ക് താഴെയായിട്ട് ഒരു 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെക്കൻഡ് റോ പാസഞ്ചേഴ്സിന് AC വെൻസ് കൊടുത്തിരിക്കുന്നത് പില്ലർ മൗണ്ടഡ് ആയിട്ടാണ്. അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട് പാസഞ്ചേഴ്സിന് AC അവിടെ വരുന്നുണ്ട്. സെക്കൻഡ് റോ പാസഞ്ചേഴ്സിന് AC പില്ലർ മൗണ്ടഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. തേർഡ് റോ പാസഞ്ചേഴ്സിന് AC റൂഫ് മൗണ്ടഡ് ആയിട്ടുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അകത്തേക്ക് കയറി ഇരുന്നാൽ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ സീറ്റ് നമുക്ക് മാക്സിമം ബാക്കിലേക്ക് ഇടുകയാണ് എങ്കിൽ ഇത്രയും ലെഗ് റൂം കാണാം. മാസീവായിട്ടുള്ള ലെഗ് റൂമായിട്ട് കാണാനായിട്ട് പറ്റും. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് ഇടുകയാണ് എങ്കിൽ ഇത്രയും ലെഗ് റൂമാണ് നമുക്ക് ലഭിക്കുക. ഇതൊരു ഡീസെൻറ്റ് ഇനഫ് ലെഗ് റൂം എന്ന് പറയാം. നല്ല കംഫർട്ടായിട്ട് യാത്ര ചെയ്യാം. നല്ല അണ്ടർ തൈ സപ്പോർട്ടുള്ള സീറ്റുകളാണ്. ഈ സീറ്റ് ഒരു സിംഗിൾ ഫ്ലിപ്പിൽ തന്നെ ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ തേർഡ് റോയിലേക്ക് പാസ് ചെയ്യുന്നത്. ബാക്കിലെ യാത്രക്കാർക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. സെൻറ്റർ പാസഞ്ചറിന് ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. പക്ഷേ സെൻറ്റർ പാസഞ്ചറിന് ഒരു സീറ്റ് ബെൽറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സീറ്റിലും നമുക്ക്, അതായത് സെക്കൻഡ് റോ സീറ്റിൽ നമുക്ക് 3 പേർക്ക് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാം. അതല്ല, കൂടുതൽ ആളുകളുണ്ടെങ്കിൽ മാത്രം നമുക്ക് തേർഡ് റോ യൂസ് ചെയ്താൽ മതിയാകും. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ സെക്കൻഡ് റോയിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെഡ് റൂമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് 18 സെൻറ്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് കാണാം. വളരെ വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്ക് ഈ സീറ്റിൽ തന്നെ കംഫർട്ടായിട്ട് യാത്ര ചെയ്യാം. നമുക്ക് ടോപ്പ് മൗണ്ടഡ് ആയിട്ട് ഇവിടെ റീഡിംഗ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. അത് LED ആയിട്ട് വരുന്നുണ്ട്. വശങ്ങളിൽ സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിലും കാണാം. നമുക്ക് തേർഡ് റോയിലേക്ക് പാസ് ചെയ്യാനായിട്ട് നമ്മളുടെ ഈ ഒരു സീറ്റാണ് നമ്മൾ ഫോൾഡ് ചെയ്യേണ്ടത്. ഒരു സിംഗിൾ ഫ്ലിപ്പിൽ തന്നെ ഈ സീറ്റ് നമുക്കിങ്ങനെ ഫുള്ളി ഫോൾഡ് ചെയ്യാനായിട്ട് പറ്റും. ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അകത്തേക്ക് കയറി ഇരിക്കാനൊക്കെ വളരെ എളുപ്പമാണ്. നമുക്ക് ഒരു അഡൾട്ടിന് അത്യാവശ്യം കംഫർട്ടായിട്ട് ഇരിക്കാനുള്ള ഒരു സ്പേസ് തരുന്നുണ്ട്. ഈ സീറ്റിൻ്റെ നമുക്ക് സ്ലൈഡിങ് പൊസിഷൻ ഇതിൻ്റെയും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത് കൊണ്ട് ബാക്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ലഭിക്കും. തൈ സപ്പോർട്ട് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. നമ്മുടെ നീ അപ്പ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഇരിക്കുക. കിഡ്സിന് എപ്പോഴും നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ തേർഡ് റോ സീറ്റ് വരുന്നത്. ഗ്രാവൈറ്റിൻ്റെ സേഫ്റ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്ലാറ്റ്ഫോം ഗ്ലോബൽ എൻക്യാപ്പിൽ 4 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഗ്രാവൈറ്റിൻ്റെ ക്രാഷ് ടെസ്റ്റിലും 4 സ്റ്റാർ അല്ലെങ്കിൽ 5 സ്റ്റാർ കിട്ടുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കാര്യം ഇപ്പോൾ 6 എയർ ബാഗ് പോലെയുള്ള സംഭവങ്ങളെല്ലാം ഇതിനകത്ത് സ്റ്റാൻഡേർഡായിട്ട് വരുന്നുണ്ട്. ഇനി സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞാണ് 6 എയർ ബാഗ് വരുന്നുണ്ട്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ബ്രേക്ക് അസിസ്റ്റ്, ഹിൽ ഹോൾഡ്, ഇതെല്ലാം ബേസ് വേരിയൻ്റ് തൊട്ടേ സ്റ്റാൻഡേർഡായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ മറ്റു വാഹനങ്ങളിൽ കാണുന്ന എല്ലാ സേഫ്റ്റി ബേസിക് ഫീച്ചേഴ്സും ഈ വാഹനത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഗ്രാവൈറ്റിൻ്റെ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ നിസാൻ്റെ ട്രയൽ ടെസ്റ്റ് ആയിട്ടുള്ള 1 ലിറ്റർ 3 സിലിണ്ടർ നാച്ചുറലി ആസ്പെക്ട് പെട്രോൾ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. 71 HP പവറും 96 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. വിത്ത് 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 5 സ്പീഡ് IMT ഗിയർ ബോക്സ്. ഇപ്പോൾ ഇത് പെട്രോൾ ഓപ്ഷനിൽ മാത്രമേ വരുന്നുള്ളൂ. ഫ്യൂച്ചറിൽ CNGയും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്നാണ് നിസാൻ പറഞ്ഞിരിക്കുന്നത്. ഈ വാഹനത്തിന് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് 19.66ഒക്കെയാണ്. റിയൽ ലൈഫിൽ ഒരു 15നും 16നും ഇടയ്ക്കൊക്കെ നമുക്ക് ആവറേജ് എക്സ്പെക്ട് ചെയ്യാം. ഈ വാഹനത്തിൽ ഫുൾ ലോഡും പിന്നെ കാരിയറും എല്ലാം വെച്ച് നിങ്ങൾ ഓടിക്കുന്ന സമയത്ത് അത്ര മൈലേജ് കിട്ടുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ നോർമൽ ഡ്രൈവിൽ ഒരു 4 പാസഞ്ചറൊക്കെ ആയിട്ട് നോർമൽ സ്പീഡിലൊക്കെ പോവുകയാണെങ്കിൽ ആവറേജ് 14നും 16നും ഇടയ്ക്കൊക്കെ എന്താണെങ്കിലും ഈ ഒരു എഞ്ചിൻ മൈലേജ് തരും. ഗ്രാവൈറ്റിൻ്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള വിസിയ വേരിയൻറ്റിന് 5,65,000 രൂപയാണ് ഇൻട്രൊഡക്ഷൻ പ്രൈസ് ആയിട്ടുള്ള എക്സ്ഷോറൂം പ്രൈസ് കൊടുത്തിരിക്കുന്നത്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 6,78,000 രൂപ. അതായത് നമ്മുടെ വാഗണാറിൻ്റെ പ്രൈസിനൊക്കെ നിങ്ങൾക്കൊരു 7 സീറ്റർ, അതാണ് ശരിക്കും ഈ ഒരു വാഹനം. ഇനി സെക്കൻഡ് വേരിയൻ്റ് ആയിട്ടുള്ള അസെൻഡ വേരിയൻറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ 7,89,000 രൂപയാണ് അസെൻഡ വേരിയൻറ്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇനി നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ കണക്ട വേരിയൻറ്റ്, ഇതാണ് ഒരു വാല്യൂ ഫോർ മണി വേരിയൻറ്റും ഏറ്റവും കൂടുതൽ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു വേരിയൻറ്റും. ഈ എൻ കണക്ട വേരിയൻറ്റ് മാനുവൽ 8,61,000 രൂപയും നിങ്ങൾ കാണുന്ന ഓട്ടോമാറ്റിക് വേരിയൻറ്റ് 9,33,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതായത് നിങ്ങൾ ഈ കാണുന്ന വാഹനം 9,33,000 രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ ഗ്രാവൈറ്റിൻ്റെ ഒരു ഓട്ടോമാറ്റിക് വേണമെങ്കിൽ നിങ്ങൾ മിനിമം 9,33,000 സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇനി ടോപ്പ് എൻഡിന് തൊട്ട് താഴെ നിൽക്കുന്ന ടെക്ന വേരിയൻറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ 9,46,000 രൂപയാണ് ടെക്ന മാനുവൽ വേരിയൻറ്റിന്. ടെക്ന ഓട്ടോമാറ്റിക്കിനാണെങ്കിൽ 10,14,000 രൂപ. ഇനി ടെക്ന ലോഞ്ച് എഡിഷൻ എന്നും പറഞ്ഞ് നമുക്ക് ടോപ്പ് എൻഡ് വേരിയൻറ്റ് വരുന്നുണ്ട്. അതിൻ്റെ മാനുവലിന് 9,90,000 രൂപയും ഓട്ടോമാറ്റിക്കിന് 10,59,000 രൂപയും. അതായത് ഗ്രാവൈറ്റിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഓൺ റോഡ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 6,78,000 രൂപ തൊട്ട്
10,59,900 രൂപ വരെയാണ്. ടോപ്പ് എൻഡ് 10,59 നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ഈ വാഹനത്തിന് സ്റ്റാൻഡേർഡ് ആയിട്ട് 3 കൊല്ലത്തെ വാറണ്ടിയും 3 കൊല്ലത്തെ വാറണ്ടി അല്ലെങ്കിൽ 1 ലക്ഷം കിലോമീറ്ററും എക്സ്റ്റെൻഡ് ചെയ്ത് 10 കൊല്ലം വരെ എക്സ്റ്റെൻഡ് ചെയ്യാനും 2 ലക്ഷം കിലോമീറ്റർ വരെ വാറണ്ടി നിങ്ങൾക്ക് കിട്ടും. 10 കൊല്ലം അല്ലെങ്കിൽ 2 ലക്ഷം കിലോമീറ്റർ ഏതാണോ ഫസ്റ്റ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിസാൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. ഗ്രാവൈറ്റ് എന്നുള്ള നിസാന്റെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.